നമസ്കാരം. എൻ്റെ ഗുരുസ്ഥാനമായ മഹാദേവ മഹേശ്വരൻ എല്ലാവർക്കും ആയുരാരോഗ്യവും ആയുസ്സും ധനവും സമ്പത്തും മനസ്സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുന്നു. എൻ്റെ വീഡിയോ ഞാൻ ഇറക്കും തന്നെ നല്ല നല്ല കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് അറിയിച്ചു തരുന്നത് നിങ്ങളെല്ലാവരും നന്നായി കാണണമെന്നും നിങ്ങളുടെ കുടുംബത്തിലെല്ലാവർക്കും മനസ്സമാധാനം ഉണ്ടാകണമെന്നും എൻ്റെ പ്രോഗ്രാം കാണുന്നതും ചിലപ്പോൾ ദൈവവിശ്വാസമില്ലാത്ത ആൾക്കാരും ഇതിനോട് എതിർപ്പുള്ള ആൾക്കാർ വരെയും കാണാം. പക്ഷേ ഇവിടെ മതമോ വേദമോ ഒന്നുമില്ല പ്രശ്നം. ഇവിടെ മനുഷ്യൻ തമ്മിൽ സ്നേഹിക്കുകയും നല്ല ഹൃദയമായി നിങ്ങളുടെ കുടുംബത്തിൽ എന്നും മനസ്സമാധാനം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നതാണ്. അവിടെ ഈശ്വര വിശ്വാസമോ മതവിശ്വാസമോ ഒന്നുമില്ല. ഇവിടെ പ്രധാനം മനുഷ്യൻ തമ്മിൽ സ്നേഹിക്കാനുള്ള ഉത്തമമായ ഒരു മാർഗനിർദ്ദേശനമാണ് ഭഗവാൻ നിങ്ങളിലേക്ക് ഞാൻ നൽകുന്നത്. നമ്മൾ മനസ്സിലാക്കുക. എല്ലാ വീഡിയോകളിലും ഞാൻ പറയുന്നുണ്ട് ഇത്. എന്തുകൊണ്ടാണ്? പല ആൾക്കാർ ഇപ്പം നിങ്ങൾ ഇന്ന് കണ്ട ആൾക്കാരെല്ലായിരിക്കും നാളെ കാണുന്നത് വേറെ ആളുകളായിരിക്കാം. അപ്പോൾ ഇവരിലേക്ക് എല്ലാം അറിയണം എന്താണ് ജീവിതത്തിൻ്റെ യഥാർത്ഥമായ സ്നേഹബന്ധമെന്ന്. അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്കൊന്ന് പോകാം. ഇന്നത്തെ വിഷയം നിങ്ങളുടെ പരദേവതകളെ അല്ലെങ്കിൽ നിങ്ങളുടെ കുലദേവതകളെ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? ആരാണ് കുലദേവതകൾ? ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുടുംബക്ഷേത്രങ്ങളെക്കുറിച്ച്. അതിൽ പ്രധാനമായി പറഞ്ഞിട്ടുണ്ട് കുടുംബക്ഷേത്രങ്ങളിലെ മൂർത്തികളെ വെച്ചാരാധിച്ച ഒരു കാര്യങ്ങളെക്കുറിച്ചും ദേവന്മാരുടെ ഭൂതഗണങ്ങളെ വെച്ച് ആരാധിച്ചത് എന്ന് പറയുന്ന പോലെയാണ് നിങ്ങളുടെ പരദേവതകളെ കണ്ടുപിടിക്കൽ. നിങ്ങളുടെ പരദേവതകൾ വെച്ചാരാധിച്ച നിങ്ങളുടെ കുടുംബ കാരണവന്മാർ ഏത് രൂപത്തിലാണ് ഏത് ഭാവത്തിലാണെന്ന് വെച്ച് ആരാധിച്ചെന്ന് ഒരു മനുഷ്യർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ കുടുംബ കാരണവന്മാരെ ഹൃദയത്തിലല്ല വെച്ച് പൂജിച്ചത്. അവിടെ വിഗ്രഹ ആരാധനയായി അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ലയനമായിരിക്കുന്ന ആ വിശ്വാസത്തെ വിഗ്രഹത്തിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു മൂർത്തിയുടെ സങ്കല്പമായ രൂപം വെച്ചുകൊണ്ട് പേര് നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് അവിടെ വെച്ച് പൂജിച്ചു. അങ്ങനെ വെച്ച് പൂജിച്ചു വന്നപ്പോൾ അവർ ഹൃദയത്തിലല്ല ദേവനെ വെച്ച് ആരാധിച്ചത്. ഹൃദയത്തിലാണ് വെച്ച് ആരാധിച്ചെങ്കിൽ അവിടെ ഒരു കുലപരദേവതകളെക്കുറിച്ചുള്ള ഒരു സംശയമായിരിക്കുന്ന ബന്ധങ്ങൾ അവിടെ വരത്തില്ല. ഹൃദയത്തിൽ വെച്ച് പൂജിച്ചെങ്കിൽ അല്ലെങ്കിൽ ഹൃദയമായിരിക്കുന്ന സങ്കല്പമായിരിക്കും ബന്ധങ്ങളെ വെച്ച് പൂജിച്ചിരുന്നെങ്കിൽ അവിടെ കുലദേവതകളെ വെച്ച് തർക്കമുണ്ടാകത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ അവരിഷ്ടമായിരിക്കുന്ന സ്നേഹബന്ധം അവർ വിഗ്രഹമാക്കി വെച്ച് പൂജിച്ചു. പിന്നെ തലമുറകൾക്ക് അവരറിയിച്ചു കൊടുക്കുന്നില്ല ഇത് ഇന്ന മൂർത്തിയാണ് ഇന്ന ദേവതയാണെന്ന് അറിയിച്ചു കൊടുക്കുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് പരദേവതകളെ തിരക്കി നടക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ദേവിമാരുടെ ഭൂതഗണങ്ങളെ വെച്ച് പൂജിക്കുമ്പോൾ ഭൂതഗണങ്ങൾക്ക് 1000 മുഖങ്ങളും 1000 രൂപങ്ങളുണ്ട്, 1000 ഭാവങ്ങളുണ്ട്. ഏത് രൂപങ്ങളാണ് വെച്ച് പൂജിച്ചെന്ന് ആ മനുഷ്യന് മാത്രമേ അറിയാൻ പറ്റുമുള്ളൂ. പിന്നെ ചില ആൾക്കാർ പറയും പ്രശ്നം വെച്ചിട്ട് പരദേവതകൾ അന്നതാണെന്ന് പറയും. ചില ആൾക്കാർ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട് എൻ്റെ പരദേവതകൾ ഇന്ന മൂർത്തിയാണെന്ന് പറയുന്നുണ്ട്, ഒന്ന് നോക്കാൻ പറയും. അപ്പം ഞാൻ ചോദിക്കും നിങ്ങൾ എത്ര പേരോട് ചോദിച്ചു? ഞങ്ങൾ 1000 ആൾക്കാരുടെ അടുത്ത് പോയി, പക്ഷെ അവർ പല രൂപങ്ങളാണ് പറയുന്നത്. കണ്ടോ, അവർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എന്നോട് ചോദിച്ചാൽ ഞാൻ ചില ആൾക്കാർ ഉപാസനമൂർത്തി ആരാധിക്കും. ഉപാസനമൂർത്തി സാധാരണ ഈ ജന്മത്തിൽ മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഇന്ന ദേവി ചൈതന്യമുണ്ട് ഇന്ന ദേവ ചൈതന്യമുണ്ട് നമുക്കൊന്ന് കണ്ടുപിടിച്ച് കൊടുക്കാൻ പറ്റും. അത് സംശയിക്കേണ്ട. അല്ലാതെ കുടുംബ പരദേവതകൾ പണ്ട് കാലങ്ങളിൽ വെച്ചാരാധിച്ച പരദേവതകളെ എങ്ങനെ തേടി നടക്കാൻ പറ്റും? നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് പരദേവതകളെ തേടി നടന്നുകൊണ്ട് കുലദേവതകൾ തേടി നടക്കാതെ നിങ്ങൾ നല്ലൊരു ഹൃദയമായിരിക്കുന്ന സ്നേഹത്തെ ഉണർത്തിക്കൊണ്ട് നിങ്ങൾ സ്വയമായി ഭഗവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മൂർത്തിയോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ ഇപ്പോഴത്തെ തലമുറകൾ പല മൂർത്തികളെയും വെച്ച് ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു മൂർത്തിയെ ഗുരുസ്ഥാനമായി കണ്ടുകൊണ്ട് ഇഷ്ടമൂർത്തിയെ കണ്ടുകൊണ്ട് ആ മൂർത്തിയിലേക്ക് നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം ലയിപ്പിച്ചുകൊണ്ട് ആ തൃപ്പാദത്തിലേക്ക് കണ്ണീര് കൊണ്ടുള്ള അഭിഷേകം നടത്തിക്കൊണ്ട് നിങ്ങൾ ആ ഭഗവാനിലേക്കോ ഭഗവതിയിലേക്കോ നിങ്ങളുടെ സങ്കടം ബോധിപ്പിക്കുക. അതാണ് ഉത്തമമായ മാർഗം. അല്ലാതെ പരദേവതകളെയും കുടുംബദേവതകളെയും തിരക്കിക്കൊണ്ട് ഓടി നടന്നിട്ട് കാര്യമില്ല. ഇങ്ങനെ ഇതിൻ്റെ പേരും പറഞ്ഞ് എത്ര രൂപ നിങ്ങൾ കളയാൻ പറ്റും നിങ്ങൾക്ക് ഇതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട്? ഒരു കഥ നിങ്ങളിലേക്ക് പറയാം. ഏറ്റവും കൂടുതൽ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് മഹാവിഷ്ണു ദേവനെ ഇത് നമിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ആ ഭഗവാനെ മഹാവിഷ്ണു ദേവനെ നമിച്ചപ്പോൾ മഹാവിഷ്ണു വല്ലാത്തൊരു സങ്കടമായി ഈ മനുഷ്യനൊന്ന് കാണുന്നതായി. അങ്ങനെ മഹാവിഷ്ണു ഒരു മുനിശ്രേഷ്ഠന്റെ രൂപത്തിൽ അവൻ്റെ മുമ്പിൽ വന്ന് ലയനമായി സൃഷ്ടിച്ചു.
അവിടെ മുമ്പിൽ വന്നു ദേവൻ പ്രത്യക്ഷനായി അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെട്ടു. അവിടെ പ്രത്യക്ഷപ്പെടുകയും പ്രത്യക്ഷനാകുകയും ചെയ്യുന്നത്, പ്രത്യക്ഷപ്പെടുന്ന മുമ്പ് തന്നെ അവിടെ നിന്ന് മായുന്ന ഒരു രൂപനാണ് വിഷ്ണു. അങ്ങനെ മുമ്പിൽ വന്നു നിന്നു. അങ്ങനെ ഒരു വൃക്ഷം അവൻ്റെ കയ്യിലേക്ക് എടുത്തു കൊടുത്തു. ആരുടെ? ഈ മനുഷ്യൻ്റെ കയ്യിലേക്ക് മഹാവിഷ്ണുദേവൻ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, നീ ഈ വൃക്ഷം കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് നടുക. അങ്ങനെ ആ വൃക്ഷം കൊണ്ട് അവൻ ഒരു സ്ഥലം കണ്ടുകൊണ്ട് അവിടെ കൊണ്ട് നട്ടു. മഹാവിഷ്ണുദേവൻ പറയുന്നു, ഞാനൊരു മുനിശ്രേഷ്ഠനാണ്, നിന്നിലേക്ക് നന്മ പഠിപ്പിക്കാൻ വന്നാണ്, നീ ഇന്ന ദേശത്തേക്കൊന്ന് പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ മഹാവിഷ്ണു ഭക്തനായ മഹാവിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ ആ മുനിശ്രേഷ്ഠൻ്റെ സങ്കല്പമായിരിക്കുന്ന ആ വാക്കുകൾ കേട്ടുകൊണ്ട് അവൻ യാത്ര തിരിച്ച ശേഷം വീണ്ടും അവൻ നേരെ ഇത്ര വർഷങ്ങൾക്ക് കഴിഞ്ഞ ശേഷം ആ സ്ഥലത്തേക്ക് ചെല്ലാൻ പറഞ്ഞു, ആ വൃക്ഷം നട്ട സ്ഥലത്തേക്ക്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ നട്ട വൃക്ഷം ഏതാണെന്ന് അവനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവിടെ ആ ഭാഗത്തെല്ലാം മൊത്തം വൃക്ഷങ്ങളായി. ഇവൻ എവിടെ കൊണ്ടാണ് ഈ വൃക്ഷം വെച്ചെന്ന് അറിയാമില്ല. കാട് പിടിച്ചു, അറിയാൻ പറ്റുന്നില്ല വൃക്ഷം ഏതാണെന്ന്. അങ്ങനെ ആ മുനിശ്രേഷ്ഠൻ ഈ മനുഷ്യൻ്റെ മുമ്പിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, നിനക്ക് ഞാനൊരു വൃക്ഷത്തെ തന്നു. ആ വൃക്ഷത്തെ നീ ഭൂമി നടന്നതിന് പകരം, അല്ലെങ്കിൽ നീ ഒരു സ്ഥാനം കണ്ട് നടന്നതിന് പകരം, ഞാൻ നിൻ്റെ കൈകളിലേക്ക് ഇന്ന സ്ഥലത്ത് കൊണ്ട് നടാൻ പറഞ്ഞപ്പോൾ നീ അത് ആ ഭൂമിയിൽ കൊണ്ട് നടന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് കൊണ്ട് നടന്നതിന് മുമ്പ് നിൻ്റെ ഹൃദയത്തിലാണ് ആ വൃക്ഷത്തെ നട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിനക്കത് കണ്ടുപിടിക്കാൻ പറ്റിനെ. പക്ഷേ നീ വൃക്ഷത്തിനെ ഹൃദയത്തിൽ നിന്ന് നട്ടില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒരു സത്യമായ ഈശ്വര വിശ്വാസം, നല്ലൊരു ആത്മാർത്ഥ ഹൃദയബന്ധം ഹൃദയത്തിലാണ് ഭഗവാനെ നിങ്ങൾ സങ്കല്പമായ ഹൃദയത്തിൽ ബന്ധമാണ് നിങ്ങൾ ഏൽപ്പിച്ചിരുന്നെങ്കിൽ മറ്റൊരു തലമുറകളെ പേടിച്ച് നിങ്ങൾ, അല്ലെങ്കിൽ മറ്റൊരു തലമുറകൾക്ക് നാശം വരും നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? അവൻ്റെ ഹൃദയത്തിലാണ് ഭഗവാനെ സങ്കല്പമായ ഹൃദയമായ സ്നേഹത്തിൻ്റെ ലാളിത്യമായ കുടുംബ സ്നേഹബന്ധം അവൻ്റെ ഹൃദയത്തിലേക്ക് സ്പർശനമായി ലയിപ്പിച്ച് വെച്ചതുകൊണ്ട് അവന് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ്? അവന് ഹൃദയത്തിലാണ് വൃക്ഷത്തെ നട്ടിരിക്കുന്നത്. അവിടെ ആ വൃക്ഷം വലുതായിക്കൊണ്ടിരിക്കുന്നു, ഹൃദയത്തിൽ സ്നേഹബന്ധം. അപ്പോൾ ആ മനുഷ്യൻ ഹൃദയത്തിലേക്ക് ലയിപ്പിച്ചതുകൊണ്ട് അവൻ ഒരു വിഗ്രഹാരാധന ഒന്നിലേക്ക് അവൻ ലയിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അവൻ്റെ ഹൃദയത്തിലാണ് അവിടെ ലയിപ്പിച്ചത് എന്ന് പറയുന്ന പോലെയാണ്. ഒരു മൂർത്തി അവിടെ ലയിക്കുമ്പോൾ ആ മൂർത്തിയുടെ സങ്കല്പമായ പൂജകൾ എത്രയും വേഗം ഒരു വിഗ്രഹം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ ആരാധന അവിടെ ലയനം സൃഷ്ടിച്ച് ചെയ്യുമ്പോൾ പിന്നത്തെ തലമുറ കൃത്യമായി പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ വളരെയേറെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ നിങ്ങൾ ഹൃദയത്തിലാണ് ഭഗവാനെ വിശ്വസിക്കുന്നെങ്കിലോ, അപ്പോൾ ഹൃദയത്തിൽ ഭഗവാനെ വിശ്വസിക്കുന്ന എന്തുണ്ടാവും എന്നറിയുക? കുടുംബ സ്നേഹമുണ്ടാവും, കുടുംബ ലാളിത്യമുണ്ടാവും, വാക്ക് തർക്കമുണ്ടാകത്തില്ല, സ്നേഹത്തിൻ്റെ ലയനബന്ധമുണ്ട്. അയൽവാസി ആരാന്നറിയാൻ പറ്റും, സ്നേഹമായിരിക്കുന്ന സംസാരത്തെ അറിയാൻ പറ്റും, മാതാവും പിതാവിൻ്റെ ബന്ധം അറിയാൻ പറ്റും, സഹോദരി ബന്ധം ഇതിൽ പല ബന്ധങ്ങളെല്ലാം അറിയാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഒരുപാട് ബന്ധങ്ങളെ ഉണർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ പല നിങ്ങളുടെ കുടുംബ പരദേവതകളെ തിരക്കി നിങ്ങൾക്ക് നടക്കേണ്ടി വരത്തില്ല. കുടുംബത്തിലെ കലഹം എന്താണ്? നിങ്ങളുടെ കുടുംബത്തിലെ പരദേവതകൾ പല രൂപത്തിലേക്ക് പോകുമ്പോഴാണ് നിങ്ങളുടെ കുടുംബങ്ങൾ പല രൂപങ്ങളായി വരുന്നത്. അച്ഛൻ്റെ സ്വഭാവം വേറെ, അമ്മയുടെ സ്വഭാവം വേറെ, മക്കളുടെ സ്വഭാവം വേറെ, മകളുടെ സ്വഭാവം വേറെ, മകൻ്റെ സ്വഭാവം വേറെ. നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും സ്വഭാവം വ്യത്യാസം വരുന്നത് നിങ്ങളുടെയൊക്കെ തലമുറകൾ പണ്ട് കാലങ്ങൾ ആരാധിച്ച് വെച്ചത് പല രൂപങ്ങളായി മൂർത്തികളെ വെച്ച് ആരാധിച്ചു. ഒരു ഉഗ്രമൂർത്തിയെ, ഒരു ശാന്തസ്വരൂപിണിയെ, ഒരു അഘോരമായിരിക്കുന്ന മൂർത്തിയെ, ആഭിചാരമൂർത്തിയെ, അങ്ങനെ പല രൂപങ്ങളിരിക്കുന്ന പല രൂപങ്ങളായി വെച്ച് ആരാധിച്ചു. അപ്പോൾ നിങ്ങൾ വെച്ചാരാധിക്കാം, സംശയിക്കേണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഹൃദയമായ സ്പർശനത്തെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വെച്ചാരാധിക്കാം. പക്ഷെ ആരാധിക്കുമ്പോൾ പിന്നത്തെ തലമുറയിലേക്ക് നിങ്ങളൊന്ന് അറിയിച്ചു കൊടുക്കണം. നിങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾ ഇന്ന മൂർത്തികളാണ് വെച്ച് ആരാധിക്കുന്നത്. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ഇന്നുള്ള മക്കളിലേക്ക്, സന്താനങ്ങൾക്ക് ഇത് അറിയിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ കുടുംബം താറുമാറായി പോവും, നശിഞ്ഞു പോവും. അതുകൊണ്ട് മക്കളെ നിങ്ങൾ അറിയിച്ചു കൊടുക്കണം. കൃത്യമായി നിങ്ങൾ ഇന്നെ അറിയിച്ചു കൊടുക്കണം. നിങ്ങളങ്ങനെ വെച്ചാരാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പരദേവതകളായി അല്ലെങ്കിൽ ആരെങ്കിലും സങ്കല്പമായ ഒരു പൂജാകർമ്മങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ ആരാധിക്കുന്നുണ്ടെങ്കിൽ സംശയിക്കേണ്ട. നിങ്ങളുടെ തലമുറ കൃത്യമായി നിങ്ങൾ ഇപ്പോഴേ അറിയിച്ചു കൊടുക്കണം. അറിയിച്ചു കൊടുത്താൽ മക്കളുടെ ഹൃദയത്തിൽ അതുണ്ടാവും. പിന്നെ നിങ്ങളുടെ ഓരോ തലമുറയിലേക്ക് നിങ്ങൾ അറിയിച്ചു കൊടുക്കാൻ അവർ തന്നെ തയ്യാറാകും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഭഗവാൻ എല്ലാവർക്കും സർവ്വാനുഗ്രഹവും ചൊരിയട്ടെന്നും നിങ്ങളുടെ കുടുംബ പരദേവതകളെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ കുലദേവതകളെ അന്വേഷിച്ചുകൊണ്ടുള്ള ആ നടപ്പെല്ലാം നിർത്തിക്കൊണ്ട് ഭഗവാൻ ഈശ്വരനാമത്തിൽ നല്ല ഹൃദയചിന്തയുടെ, ഹൃദയബന്ധത്തിൻ്റെ
ഈശ്വര വിശ്വാസത്തെ, നല്ലൊരു ഈശ്വര വിശ്വാസത്തെ ഉണർവെടുത്തുകൊണ്ട് എന്താണ് ജീവിതമെന്നും എന്താണ് ഈശ്വര ബന്ധമെന്നും നിങ്ങളെ മനസ്സിലാക്കി തന്നുകൊണ്ട് നല്ല ജീവിത ബന്ധത്തെ പാതയിലേക്ക് നിങ്ങളെ നടത്തുവാൻ ഭഗവാൻ എല്ലാവരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്തേക്കണം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അകത്തൊരു ബെല്ലൈക്കൺ കാണാം, അതുകൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ എൻ്റെ പ്രോഗ്രാം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുകയുള്ളൂ. എൻ്റെ ഈ പ്രോഗ്രാം നിങ്ങളിലേക്ക് അറിയാവുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം എല്ലാവരും ഒരുപാട് ദുഃഖങ്ങളായി ഇരിക്കുന്നുണ്ട്. അവരിലേക്ക് ഒരു വലിയൊരു സന്ദേശമാവും ഇത്. സർവ്വനാമത്തിൽ എല്ലാവർക്കും സർവ്വഗുണവും ഐശ്വര്യം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.